സീസൺ ഫിനാലെ അല്ലേ, എല്ലാം ചെയ്യണ്ടേ? ചെയ്യണം നമ്മുടെ, പക്ഷെ മൊത്തത്തിൽ ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഞാനൊക്കെ അറിയാം, ഒരു പാട്ട് പാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ആക്ച്വലി സീസൺ ഫിനാലെ ആണ് കേസ്. വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റിൻ്റെ സീസൺ ഫിനാലെ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പാട്ടുമായിട്ടാണ്. ഈ പ്രാവശ്യത്തേക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വിചാരിച്ചു. എനിക്കൊന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും പാട്ട്. ചുമ്മാ എന്നോട് പാടിക്കോട്ടെ. ചേട്ടനെ കിട്ടിയടാ, ലൈഫിന് എന്തിനാടാ, ചേട്ടനെ കിട്ടിയടാ, ലൈഫിന് കാലത്ത് എഴുന്നേറ്റ് കൊണ്ടുനോക്കി ഇരുപ്പാണെന്റെ ശീലം. പെണ്ണുങ്ങളാരെ നിങ്ങളെ വീശിയോ എന്നെ മച്ചമണിക്കാരനെ സത്യം പൊളിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരെ പഠിപ്പിച്ചിട്ട് അമ്മമാരുടെ മക്കളും കേട്ടിട്ട് ചേട്ടന് പെണ്ണിട ലൈഫിനെ ചേട്ടന് പെണ്ണിട ലൈഫിനെ Come on, everybody. Oh, 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 oh. Oh, 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 oh. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പൊക്കോണം. പൊക്കോണം. ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് സീസൺ ഫിനാലെ. എപ്പിസോഡ് നമ്പർ 20 സീനായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് 1 സീനാണ്. കാര്യം ഞാൻ തുടങ്ങിയത് ആലോചിക്കായിരുന്നു, ചുമ്മാ ഒരു ടൈം പാസിന് തുടങ്ങി ഇപ്പൊ 20 എപ്പിസോഡിലോട്ട് നിൽക്കുക. എനിക്ക് തന്നെ അറിഞ്ഞോളൂ എന്ത് പറയണത് ചെയ്യണമെന്ന്. പക്ഷെ എന്നാലും 20ാമത്തെ എപ്പിസോഡ് ഒരു സീസൺ ഫിനാലെ ആക്കി കളയാന്ന് വിചാരിച്ചു. ഫസ്റ്റ് സീസണിന്റെ ഒരു സീസണിന്റെ 20ാമത്തെ തീർന്നു. അടുത്ത എല്ലാ 20 എപ്പിസോഡ് കഴിയുമ്പോ ഇങ്ങനെ ഫിനാലെ വരും. ഇപ്പൊ സെക്കൻഡ് സീസണിന് ഫിനാലെ ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ സീസൺസ് ആണ്. യെസ്. നീ ഫിനാലെ കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കുവോ അതോ അടുത്ത ദിവസം അടുത്ത പോഡ്കാസ്റ്റ് ചെയ്യുവോ? ബ്രേക്ക് ഉണ്ട്. ഫിനാലയ്ക്ക് മുമ്പ് അടുത്ത എപ്പിസോഡ് വരും. പക്ഷെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 5 എപ്പിസോഡ് ഐഡിയ ഉണ്ട്. ഒരെണ്ണം ഓൾറെഡി ഷൂട്ട് ചെയ്തു അടുത്ത സീസണിന്റെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഗസ്റ്റ് ഓൾറെഡി ഇടയ്ക്ക് സംസാരിച്ചെന്നറിയാം. എന്നാലും ഗസ്റ്റ് എന്ന് പറയുമ്പോ അവര് മുമ്പ് വന്നിട്ടുണ്ട്. എന്റെ പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ട് വന്ന കപ്പിളാണ്. വേറെ ഏത് കപ്പിളാണ് വന്നിട്ടുള്ളത്? വേറെ ആരും വന്നിട്ടില്ല. കപ്പിൾ. യെസ്. അപ്പം കപ്പിൾ എന്ന് പറയുമ്പോ അവര് നിങ്ങക്ക് അറിയാം, JK. യെസ്. അപ്പം പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് രണ്ടിറക്കും. അയ്യോ, അതിനു മുമ്പ് നമ്മുടെ ഇന്നത്തെ കോ ഹോസ്റ്റ് ഇതിനെ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. നമ്മുടെ ഇന്നത്തെ കോ ഹോസ്റ്റ് പരിചയപ്പെടുത്തിട്ടാണ്. അല്ല, ഒരു വെറൈറ്റി സീസൺ 2 അങ്ങനെ ചെയ്യുന്നതായിരിക്കും. സീസൺ 1 ഇങ്ങനെ. ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റ സീനില്ല. കോ ഹോസ്റ്റ് വേറെ ആരല്ല, നമ്മുടെ ഏഡർ ചേട്ടനാണ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ സീസൺ ഫിനാലിന്റെ കോ ഹോസ്റ്റ്. ആഹ്ലാദിപ്പിൻ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ മെയിൻ ഗസ്റ്റ് ജെയ്സൺ കെസിയ ചേച്ചിയാണ്. അപ്പൊ അവര് ഇന്ന് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് അറിയുന്ന, എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല, നമ്മൾ എന്തായിരുന്നു ഓഫീസിനെ പറ്റി സംസാരിച്ചപ്പം സൈഡിൽ നിന്ന് ഒരാള് ഫ്രണ്ട്സിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ ലൈഫ്, അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ്, ഫാമിലി, ലൈഫ്. അങ്ങനത്തെ ടോപ്പിക്കിലായിരിക്കും ഗൈസ്. അപ്പം കൂടുതൽ ടൈം വേസ്റ്റ് ആക്കണില്ല, നമുക്ക് ഗസ്റ്റിന്റെ അടുത്ത് തന്നെ പോവാം. ആദ്യം തന്നെ എങ്ങനെയുണ്ട്? ഇവര് നാട് വിട്ടു കേട്ടോ, അങ്ങ് ബാംഗ്ലൂരിലോട്ട് പോയി.
അപ്പൊ ആദ്യം തന്നെ ഈ വേനൽക്കാലം ബാംഗ്ലൂരിന്റെ ലൈഫ്, ബാംഗ്ലൂരിൽ എങ്ങനെയുണ്ട്? ഐ മീൻ നിങ്ങളുടെ ലൈഫ്? അടിപൊളിയാ, സൂപ്പറാ. സീൻ അത്രേ ഉള്ള സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. വെള്ളം ഞങ്ങൾക്കുണ്ട്, ബാക്കി നിങ്ങളർക്ക് ഇല്ല. എന്നാലും കുഴപ്പമില്ല, ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല. ഓഹോ, അങ്ങനെ. അപ്പം ചൂടും ഉണ്ട്, വെള്ളമില്ല. കോമ്പിനേഷൻ കൊള്ള. പ്രതീക്ഷിച്ച ബാംഗ്ലൂർ അല്ല. ഞങ്ങളിവിടെ കാല് കുത്തിയപ്പോഴത്തേക്ക് ബാംഗ്ലൂരിലെ എന്തോ 10 വർഷത്തിലെ ഏറ്റവും വലിയ വരൾച്ച ഒന്ന്. ഐശ്വര്യമുള്ള കാര്യങ്ങൾ ഐശ്വര്യമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. സീൻ. അപ്പൊ ചേച്ചി ചേട്ടനും എന്തായാലും പുതിയ അവിടെ ബാംഗ്ലൂർ ചെന്നിട്ട്, ചേച്ചി എനിക്ക് തോന്നുന്നു ഹൈദരാബാദിലല്ലേ പഠിച്ചതൊക്കെ? ചേച്ചിക്ക് എനിക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ജെയ്സൺ എങ്ങനെയാണ് അങ്ങനെ ഹൈദരാബാദുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. സീൻ. എല്ലാരും അഡ്ജസ്റ്റ്മെന്റ് പുറത്തല്ലേ? നീ വീഡിയോ പോഡ്കാസ്റ്റ് എടുത്തത് ഇവളുടെ എക്സ്പ്രഷൻ എല്ലാം കാണും. അതാണ് ഇതിന്റെ ഒരു മികച്ചൊരു കാര്യം. നമുക്ക് വീഡിയോ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ, സംസാരത്തിലൂടെ പറ്റാത്തതെല്ലാം നമുക്ക് ഈ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കിട്ടുമല്ലോ. അപ്പൊ അതാണ് ഞാൻ മെയിനായിട്ട് വീഡിയോയിൽ തന്നെ ഫോക്കസ് ചെയ്ത സീനാണ്. ചേട്ടാ എന്തൊരു ചോദിക്കാനുണ്ടോ അവര് ബാംഗ്ലൂരിനായിട്ട്? ബാംഗ്ലൂർ പോയിട്ട് എന്ത് ചോദിക്കാനാ? ട്രാഫിക് ഒക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഉള്ള കാര്യങ്ങളെ പറ്റി അല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ട്രാഫിക്കിലോട്ട് ഞങ്ങൾ അധികം ഇറങ്ങുന്നില്ലടാ. ഞങ്ങളുടെ ഇവിടെ ഈ തൊട്ടടുത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ പോവും, പിന്നെ വൈകിട്ട് നടക്കാനൊക്കെ പോവും. അങ്ങനെ ട്രാഫിക്കിനകത്തോട്ട് വളരെ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഇറങ്ങിയപ്പോ എന്റെ ദൈവമേ എന്തോ ട്രാഫിക്കാ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, രക്ഷയില്ല. നടക്കാനൊക്കെ ഹെൽത്തി ലെഫ്റ്റ്. അല്ല, പണ്ട് നമ്മള് സ്വിമ്മിങ്ങിനൊക്കെ പോകായിരുന്നു. കഴിഞ്ഞ ദിവസം സ്വിമ്മിങ്ങിന് പോകുന്നതെന്ന് ചോദിച്ചപ്പം അപ്പൊ താമസിക്കുന്ന അവിടത്തെ വലിയ നീന്തൽക്കുളം ഫോട്ടോ എടുത്ത് അയച്ചു. കിടന്ന് നിന്ന് കറങ്ങും എങ്ങനെ? എക്സാക്ട്ലി. ഞങ്ങള് നിക്കുന്നതേ ഒരു ചർച്ചിന്റെ പാർസനേജിലാണ്. അപ്പൊ അവിടെ സ്നാനക്കുളം ഉണ്ട്. ഞാനതെടുത്ത് സ്വിമ്മിംഗ് പൂൾ ആണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. നോക്കിയപ്പം എന്താ മറ്റേ അണ്ടർഗ്രൗണ്ട് ഒരു സംഭവം, പാർക്കിംഗ് സ്പേസ് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു കുളം, ചെറിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മള് വേളി വെച്ചിരുന്നപ്പോ വീഡിയോ കോൾ ചെയ്തപ്പോ കാണിച്ചായിരുന്നു. ശരിയാന്ന് തോന്നുന്നു. സീൻ അപ്പഴാ കാണിച്ച സീൻ. അപ്പൊ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് ബാംഗ്ലൂർ പിന്നെ കുഴപ്പമില്ല. അതാടാ ഞങ്ങളോട് വന്നപ്പം ബാംഗ്ലൂർ ഫുള്ള് വരൾച്ച. പിന്നെ ഇവിടുത്തെ രാമേശ്വരം കഫേൽ ഒരാൾ കൊണ്ട് ബോംബ് വെച്ചു. അത് ശരിക്കും പൊട്ടിയ കോമഡിയാണ്. പൊട്ടാതെ പിന്നെ അല്ലാതെ നീ അത് കണ്ടില്ലേ? ഓ മനസ്സിലായി. വീഡിയോ ഒന്നും കണ്ടില്ലേ? വീഡിയോ കണ്ടു, സെറ്റാണ്. ഇല്ല അല്ല, അങ്ങനെ സംഭവമാണോ മറ്റേ ബോംബ് എവിടെയോ വെക്കുന്നോന്ന് പറഞ്ഞിട്ട് ആരാണ്ടോ മെയിൽ അയച്ചു? അത് ചുമ്മാ ഫേക്ക് ആയിട്ട് ആരണ്ടയച്ചതാ. ഞാൻ ശരിക്കും അത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു. ശരിക്കും അയച്ചതാണെങ്കിൽ 4 വർഷം കഴിയുമ്പോ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി വരും, അപ്പൊ കണ്ടാ മതി. നമ്മളയച്ച പിടിക്കും സീനാണ്. അങ്ങനെ ഫുൾ സൂപ്പറാണ് ബാംഗ്ലൂർ. അല്ല ശരിക്കും അവിടെ എന്തോ സംഭവിച്ച ഞാൻ അറിഞ്ഞില്ല. വെജിറ്റേറിയൻസിന് ആർക്കോ. ഓ മനസ്സിലായി. നമുക്കതിലോട്ട് കിടക്കണ്ട. കയറി കഴിഞ്ഞാ ഇനി അടുത്ത ബോംബ് പൊട്ടിച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ബാംഗ്ലൂരിലോട്ട് എടുത്ത് കാല് വെച്ചപ്പോ ബാംഗ്ലൂരിന് വന്ന മാറ്റങ്ങളാണ്. ഹോസീൻ ഐശ്വര്യമുള്ള കാലുകളാണ് നിങ്ങളുടെ 4 കാല്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു വിട്ടുണ്ട് അതിന്റെ ഒരു ഐശ്വര്യം പിന്നെ കൂടെ. അതാ നമ്മളെ പറഞ്ഞു വിട്ടതാരാ? ഞങ്ങള് പറഞ്ഞു വിട്ടൊന്നുമില്ല, ഞങ്ങള് പോണ്ടെന്ന് തന്നെയാണ് അവസാന നിമിഷം വരെ പറഞ്ഞത്. ട്രെയിനിൽ കയറി പോയി പോസ്റ്റ് ഇട്ടില്ലേ? സെറ്റാണ്. പക്ഷെ അത് ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞോടാ. അല്ല നീ കേറ്റിക്കോ, കുഴപ്പമില്ല, സീനായിരിക്കും. അപ്പൊ ഗൈസ്, ഇപ്പൊ നിങ്ങള് ബാംഗ്ലൂര് വൻ അടിച്ചു പൊളിക്കാന്ന് തോന്നുന്നു കേട്ടിട്ട്. അത് ബാംഗ്ലൂരിനെ അടിച്ചു പൊളിക്കാന്ന് തോന്നുന്നു. എല്ലാം ഉണ്ട്. അപ്പം ഓഫീസ് പിന്നെ ചേച്ചി കണ്ട എങ്ങനെയാണ് ഓഫീസ്?
ഞാൻ കാണാൻ ശ്രമിച്ചില്ല, ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൾ ഉറങ്ങിപ്പോ. സീൻ. അപ്പൊ ശരിക്കും ഫസ്റ്റ് സീസൺ അന്ന് നമ്മൾ പറഞ്ഞു വെച്ച ഒരു സംഭവമുണ്ട്, ലൈക്ക് വൺസ് ഫ്രണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ വൺസ് ഫ്രണ്ട്സ് ഒന്ന് ഫ്രണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തൂല, പിന്നെ ബാക്ക് ടു ബാക്ക് കണ്ടോണ്ടിരിക്കണം. പക്ഷെ എനിക്കും അങ്ങനെ തോന്നിയില്ല. എനിക്കും ഞങ്ങൾ എപ്പോഴും കണ്ടിട്ടിരിക്കുക. അത് ഒരു episode ഇപ്പൊ കണ്ടേ ബാംഗ്ലൂരിൽ ഉള്ളൂ. പറ്റിയൊരു മാറ്റമാണ് അല്ല തോന്നുന്നു. ചേട്ടൻ മറ്റേ പെട്ടെന്ന് ബാർബി തീമല്ലേ ഇത്, ഓപ്പൺ ടൈമർ കണ്ട ഉടനെ ഉപേക്ഷിച്ച് നമ്മൾ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. ജേസേടൻ കൈവിട്ടു പോയി. സീനാണ് ഗൈസ്. സത്യമായിട്ട് ഓഫീസിന്റെ എപ്പിസോഡ് ഉണ്ട് എത്ര നാളായെന്നറിയോ? പക്ഷെ ഇങ്ങനെയൊന്നും അല്ല. അച്ഛൻ ആദ്യമേ എന്നോട് പറഞ്ഞു അച്ഛൻ ഫ്രണ്ട്സ് ഫാനാന്നാ പറഞ്ഞേ. 32 From the വയസ്സായി, beginning. കല്യാണം നടന്നില്ല, എന്ത് പറയുമെന്നാണ് ചേച്ചി പ്രതീക്ഷിക്കുന്നത്? ഓ സീൻ. ഇങ്ങനെ മൈക്ക് ഡ്രോപ്പ്. സോറി. ഓ സീൻ. പക്ഷെ എനിക്ക് നമുക്ക് ഒരിക്കലും ഓഫീസിൽ നമ്മുടെ റിയൽ ലൈഫ് കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പം വെള്ളം തീർന്നു. അയ്യോ ഗൈസ്, ബാംഗ്ലൂരിൽ വെള്ളം ഒരുപാട് വെള്ളം കുടിക്കാനിരിക്കുന്ന ഫ്രണ്ട്സ് സൂപ്പറാടാ. കൺസേൺ അതിലാണ് ചേച്ചിയുടെ വീണത് കേട്ടോ. സീൻ. ഇപ്പം എനിക്ക് ജേസൺ ചേട്ടൻ ഒരുപാട് ഇപ്പൊ പഠിക്കാനുണ്ട്. കാര്യം ഫ്യൂച്ചറിൽ കല്യാണം എന്നുള്ളൊരു സംഭവം കഴിക്കണമെന്ന് ആഗ്രഹം വലുതായിട്ടില്ലെങ്കിലും അപ്പൊ ആഗ്രഹിക്കും. അപ്പം അന്നത്തേക്കുള്ളൊരു ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഇപ്പൊ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ എന്നുവെച്ചാൽ എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ റിലേറ്റബിൾ ആയിട്ട് തോന്നിയില്ല. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഓഫീസർ റിലേറ്റബിൾ അല്ല. അതുകൊണ്ട് എനിക്ക് രണ്ടും. എന്താണ് നിന്റെ പ്രശ്നം? അല്ല ഞാൻ പറഞ്ഞത്, ചേച്ചി ഭയങ്കര ഫ്രണ്ട്സ് എന്ന് റിലേറ്റബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് നിർത്തിയത്. ലൈക്ക് അങ്ങനെ ഒരു അപ്പൊ ഞാൻ പറയാറുണ്ട്. അപ്പം രണ്ടും റിലേറ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഫ്രണ്ട്സ് ഇച്ചിരി ഓവറായിട്ടാ തോന്നിയത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കുറച്ച് അല്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രം അത് മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്രണ്ട്ഷിപ്പ് പോലെ അല്ല കാണിച്ചേക്കുന്നത്. പോയിന്റ്. അത് ഏത് റിലേഷൻഷിപ്പിലാണ് ഇത്ര പേര് സെറ്റ് ആവുന്നത്? മീൻ പ്രാക്ടിക്കലി സീനാണ്. എത്ര പേര് സെറ്റ് ആവുന്നു? ഐ മീൻ 6 പേര് ഒരുമിച്ച് വരുന്നു. പക്ഷെ ഓഫീസിനകത്തും ബ്രോയ്ക്ക് പക്ഷെ അത്ര റിലേറ്റബിൾ ആയി കാണില്ല. എനിക്ക് പക്ഷെ കുറച്ചൊക്കെ അതിനകത്തെ ക്യാരക്ടർ ഒരു ഡ്രൈറ്റ്, ആ ഒരു മൈക്ക്, ആ ഒരു വൈബാണ് ചിലപ്പോഴൊക്കെ ഓഫീസിനകത്ത്. പക്ഷെ അത് ഫ്രണ്ട്സിലും അങ്ങനെ ഉണ്ട് ക്യാരക്ടേഴ്സ് നമുക്ക്. പക്ഷെ എനിക്ക് കൂടുതൽ തോന്നിട്ട് കുറെ പെമ്പിള്ളാര് ഞാൻ അവളാണ് ഇവളാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നീ അവനാണ്. ആക്ടിങ്ങിന്റെ ആ ഒരു ക്വാളിറ്റി ആണ് മെയിൻലി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തോന്നി. ഇപ്പൊ ഞാൻ എന്ത് റെസ്പോണ്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? തിരിച്ച് ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്? നമുക്ക് വയസ്സ് തീരെയില്ല എന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അല്ല ഞാൻ പറഞ്ഞ ചേട്ടൻ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ചേട്ടൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു എന്താ പറയാ, പിണക്കാനും പറ്റില്ല. പക്ഷെ നമ്മളെ പിണക്കാൻ കുഴപ്പമില്ല. അതെ നമുക്ക് മനസ്സിലാവും. നാട്ടിലായി പോയില്ലേ. അല്ല ചേട്ടന്റെ ചേച്ചിയുടെ ഒരു ഓണസ്റ്റ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടത്? കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ പോലെ തന്നെ കുറെ ആൾക്കാർക്കും എന്ന് വെച്ചാൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഷോ ആണ് ഫ്രണ്ട്സ്. അപ്പം ഒട്ടുമിക്ക എല്ലാവരും ഒരുപോലെ പറയുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടത്? പറഞ്ഞു. വൺ സിമ്പിൾ തിങ്, എപ്പം നോക്കിയാലും അതിനകത്തൊരു ഒരു കോമഡി ബിറ്റ് കാണും. സോ നമുക്ക് ചിരിക്കാൻ സിമ്പിൾ തിങ് മതിയല്ലോ. മേ ബി അവരുടെ സിമ്പിൾ ആക്ഷൻസ് തന്നെ നമുക്ക് ചില സമയത്ത് ചിരിക്കാൻ കിട്ടും. ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഷോസ് കാണുന്ന എന്തിനാ? നമ്മുടെ എന്താ പറയുക, നമുക്ക് ചിരിക്കാനും നമുക്കൊരു മനസ്സിനൊരു സന്തോഷവും ഒക്കെ, ലൈഫിലെ ടെൻഷൻസ് എന്നൊക്കെ ഒന്ന് മാറി ഒന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ. അപ്പൊ അത് എത്ര സൂപ്പർഫിഷ്യൽ ആണെങ്കിലും
ഇപ്പൊ ഫ്രണ്ട്സ് കാണുന്ന സമയത്ത് നമ്മള് മനസ്സ് തുറന്ന് ചിരിച്ചു പോകും. ഉം. വളരെ സിമ്പിൾ കോമഡീസ് ആണ്. പിന്നെ അതുകൊണ്ടായിരിക്കും അത് ഇത്രയും പോപ്പുലർ. യെസ്. അത് പക്ഷെ എനിക്ക് വാക്കുകളില്ല. പക്ഷെ എന്നാലും ഞാൻ എന്താ പറയാ, ചിരിക്കാൻ തോന്നുന്നുണ്ടായി. അതൊരു എനിക്ക് ആ സത്യം. പ്രശ്നം ലൈക്ക് ഞാൻ ഫ്രണ്ട്സിന് ആൾക്കാർ ഫോഴ്സ് ചെയ്ത് ഇപ്പൊ ജേസൺ ചേട്ടൻ ഓഫീസ് കാണിക്കാൻ അവിടെ ഫോഴ്സ് ചെയ്യുന്ന പോലെ എന്നെ ഇതുപോലെ ഫ്രണ്ട്സിന്റെ ഫാൻസ് പിടിച്ചിരുത്തി കാണാന്ന് പറഞ്ഞിട്ട് അവര് സൈഡിൽ വന്ന് നിന്നിട്ടിരിക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഇരുന്ന് കാണുമ്പോഴും അവരിരുന്ന് ചിരിക്കുക. ഞാൻ അവരെ നോക്കും ഇവിടെ എന്താ ചിരിക്കാനുള്ളതെന്ന് നോക്കിയിട്ട്. സത്യം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് കുറെ ഞാൻ ചിരിക്കാൻ ബാക്ക്ഗ്രൗണ്ട് സോങ് ഇട്ടിട്ടുണ്ട്, നിങ്ങളിപ്പോ ചിരിക്കണം എന്ന രീതിയിൽ പറയുന്ന ഒരു ഷോ പോലെയാണ് എനിക്ക് കൂടുതലും തോന്നിയത്. ചിരിക്കാനൊന്നും ഇല്ലാതെ അവര് മെയിൻലി പിന്നെ കുറെ ഫാൻസിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പെരുമാറ്റവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഫ്രണ്ട്സ് ഭയങ്കര സൂപ്പറാ എന്ന് പറഞ്ഞിട്ട് ഇതാണോ കാണിക്കുന്നതെന്നാണ് ആ ഒരു ലൈക്ക് എനിക്ക് ചിരിക്കാനായിട്ട് കുറെ ക്രിഞ്ചുവാതി സാധനങ്ങൾ തോന്നി. പിന്നെ ആക്ടേഴ്സിന്റെ ഒരു ലെവലാണെങ്കിൽ പോലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയിലുള്ള ബാക്കിയുള്ള എത്ര ആക്ടേഴ്സ് അത് കഴിഞ്ഞ് ഒരു ആക്ടിങ് ഇതിന് ഫെയിമിലോട്ട് വന്നു എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുണ്ട് എടുത്തു പറയാൻ പറ്റുന്നത്? എനിക്കൊരാളേ ഉള്ളൂ. മാത്യു പെരി ഈസ് കിങ് ഓഫ് സർക്കാസം. അത് മതി. What is this? What is one film of his? What is one film? One film of him. ഫിലിം അതൊക്കെ അതിനകത്ത് സക്സസ്ഫുൾ ആയിട്ട് വന്ന ഫസ്റ്റ് ഇപ്പം കോട്ട്നിയ ഏറ്റവും അതിനകത്ത് ഉണ്ടായിരുന്നതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിരുന്നത്. അവർക്ക് ഇഷ്ടംപോലെ മൂവീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് വന്നതിന് ശേഷം ജെനിഫർ ആനിസ്റ്റൺ ഇച്ചിരി ക്ലിക്കായി. പിന്നെ അത് ബാക്കിയുള്ളവരിൽ കുറച്ചെങ്കിലും ക്ലിക്കായത് മറ്റേ ഡേവിഡ് ഷിംറ അവനാ കുറച്ചെങ്കിലും ക്ലിക്കായി. ബാക്കി ആൾക്കാര് ഇപ്പം മാത്യു പെരിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഡ്രഗ് അബ്യൂസ് ഒക്കെ ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ അവളുടെ പേരെന്താ, ഫീബിയുടെ എനിക്ക് പറയുന്ന ഫീബി. ഇവരെല്ലാം നല്ല ആക്ടേഴ്സ് ആണ്. അതിനകത്ത് ബാഡ് എന്ന് പറയാനില്ല. മേ ബി റോൾസ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അവര് സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരുന്നു ഈ ഒരു ഷോയിലോട്ട് തന്നെ. That is also one thing. മേ ബി എനിക്ക് തോന്നുന്നു സിനിമയില് ഐ മീൻ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇവര് ചെയ്തേക്കുന്ന റോള് ഭയങ്കരമായിട്ട് ഒരു ഫുൾ അതിലായല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും വേറെ സിനിമ കിട്ടാത്ത. ലൈക്ക് അങ്ങനെ ഒരു വേറൊരു റോഡിലോട്ട് ആയിരിക്കും ഇമാജിൻ ചെയ്യാൻ പറ്റി കാണുമല്ലോ. പക്ഷെ അതൊരു ഷുഡന്റ് ബി സംതിങ് ലൈക്ക് ദാറ്റ്. ലൈക്ക് ഡാനിയൽ ക്രൈഗ് എടുത്തു കഴിഞ്ഞാൽ ഹി ഡിഡ്ന്റ് സ്റ്റിക്ക് ഇൻടു ദാറ്റ് റോൾ. ഹാരി പോട്ടറിന്റെ കേസിലാണെങ്കിൽ he is known for that role, but that is not the only film that he got in. കുറെ കേസസിൽ if you are individually brilliant, even if you are put in a particular corner, you will come out of it eventually. But ഇവരുടെ കേസിനകത്ത് they never came out of it. അപ്പം മേ ബി ഓഡിയൻസ് അതന്നെ കാണാനായിരിക്കും they wanted. അവരെപ്പോഴും എപ്പോഴും മാത്യു പെരി സ്റ്റേജിൽ എപ്പം വന്നാലും നമ്മള് they expect Chandler version. ചാൻഡലറിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ടൈപ്പ് കാസ്റ്റ് ടൈപ്പ് കാണും. so did the fans ഇപ്പത്തെ ഒരു 90s റൂയിൻ എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ജീവിക്കുന്നതിനപ്പുറം ഉള്ള കാശ് അവർക്കുണ്ട്. നന്നായിട്ട് കിട്ടി. കരിയർ ഇല്ലസ്ട്രേറ്റീവ് കരിയർ ആയോ അവരുടെ? ഇല്ലസ്ട്രേറ്റീവ് കരിയർ മേ ബി കാണത്തില്ല. മേ ബി അപ്പാർട്ട് ഫ്രം ജെനിഫർ ആനിസ്റ്റൺ. പക്ഷേ അവര് ഇപ്പോഴും ഫെയിമിലുണ്ട്. അവരിപ്പോഴും റെലവെന്റ് ആണ്. അവര് പിന്നെ പൈസ അവർക്ക് കിട്ടി. പക്ഷെ നമ്മുടെ ഓഫീസിലോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും എന്ന് പറയുന്നില്ല, പക്ഷെ ഒട്ടുമിക്ക എല്ലാവരും ഇപ്പൊ മറ്റേ ജിം ഉണ്ടല്ലോ, ജിം ക്രസൻസ്കി, ജോൺ ക്രസൻസ്കി പുള്ളി ഇപ്പൊ ഒരു മൂവി ഡയറക്ട് ചെയ്തു, ഒരു ആനിമേറ്റഡ് മൂവി. അപ്പം പലരും പല ലെവലിൽ നിൽക്കും. ജോൺ ക്രസൻസ്കി അതിന് മുമ്പ് അത്ര ഫേമസ് അല്ലായിരുന്നു. ഷോർട്ട് ഫെയിം. അതെ, ഇതിലാണ് അവൻ ഫേമസ് ആയത്. സ്റ്റീവ് കാരളും അത് ഫേമസ് ആയിരുന്നു. 40 year old വെർജിൻ ആയിരുന്നു അവന്റെ ബ്രേക്ക് ത്രൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ ഓഫീസിലും കൂടെ അവൻ ഫേമസ് ആയപ്പോഴത്തേക്ക് പിന്നെ അവൻ ഭയങ്കര അൾട്രാ ഫേമസ് ആയി. അതുകൊണ്ട് അവന് ഷോ നിർത്തി പോകേണ്ടി വന്ന. അവൻ
ബിഗർ ദാൻ ദ ഷോ ഓൾമോസ്റ്റ് ആയി. Yeah, പക്ഷെ exactly. അവിടുന്ന് എന്തുകൊണ്ടൊരു ബിഗർ ദാൻ ദ ഫെയിം വന്നില്ല? സീൻ എടാ Were they not that good enough? എടാ അത് വൈ ഡസ് ഇറ്റ് മാറ്റർ എന്നുള്ളതാണ്. ഇപ്പൊ അൾട്ടിമേറ്റ്ലി ഫ്രണ്ട്സ് ഒരു ലേബിൾ മതിയായിരുന്നു അവർക്ക്. അല്ല അങ്ങനെ ഇപ്പം ബ്രേക്ക് ത്രൂ അവർക്ക് അവരവരുടെ രീതിയിലുള്ള കരിയർ അഡ്വാൻസ്മെന്റ് അവർക്കുണ്ട്. ഇപ്പം എന്താ പറയുക, അൾട്ടിമേറ്റ്ലി ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ഷോ എടുക്കണം ആസ് എ ഷോ, അത് അതിന്റെ ഓവർ അച്ചീവ് ചെയ്തത് ഒരുപാട്. അവര് പ്രതീക്ഷിച്ചില്ല ഇത്ര ജനറേഷൻസ് അത് പോകുമെന്ന്. മേ ബി അങ്ങനത്തെ ഒരു സൂപ്പർ അത് സ്ട്രിക്ട്ലി സൂപ്പർഫിഷ്യൽ കോമഡി. അത് എടാ എല്ലാവർക്കും റിലേറ്റബിൾ ആവത്തില്ലല്ലോ. പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെ ഒരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇച്ചിരി റിലേറ്റബിളും, പിന്നെ അതിന്റെ സില്ലി ആക്ഷൻസ് മേ ബി സിമ്പിൾ തിങ്സ്. ഞാൻ കേട്ടില്ല എന്തോ എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചേച്ചി പറയുന്നത് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇല്ല എന്നാണോ? അയ്യോ അങ്ങനെ നമ്മളത് നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾ ഇൻഫർ ചെയ്തായിരിക്കും. മേ ബി അത്രയും ഫൺ. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫ്രണ്ട്സ് ആയിട്ട് തോന്നിയിട്ടില്ല. ലൈക്ക് ചുമ്മാ ലൈക്ക് എപ്പോഴാണ് നമ്മൾ തമ്മിൽ ഉള്ള ഇന്ററാക്ഷൻ അത് ആ ഒരു ഫ്രണ്ട്സിലെ ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കളിയാക്കും, ാണ് ഇപ്പോഴാണേലും പിടിച്ചിരുന്ന കളിയാക്കും, പക്ഷെ നോട്ട് ഇൻ എ വേ ദാറ്റ് ഇസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഫ്രണ്ട് ഷോ. എനിക്ക് ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഫോർ മീ ഇറ്റ് വാസ് മോർ എക്സാജറേറ്റഡ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ദാറ്റ് ഐ കാൺ അതുകൊണ്ട് അല്ല എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നല്ല. ബട്ട് എനിക്ക് ആ ഒരു ആക്ടിങ് ആൻഡ് ദർ യെസ്, നിങ്ങൾ പറഞ്ഞ പോയിന്റ് ശരിയാണ്. സിമ്പിൾ സാധനമാണ്, ഭയങ്കര സിമ്പിൾ സാധനമാണ്, ചിരിക്കാൻ എന്തും മതി രീതിയിൽ. ബട്ട് ടു ബി ഓണസ്റ്റ് എനിക്ക് ആ സില്ലി സാധനം ഐ ഫൗണ്ട് മോർ ഇൻ ബ്രൂക്ലിൻ നയൻ ദാൻ ഇൻ ഫ്രണ്ട്സ്. അത് എനിക്ക് ബ്രൂക്ലിൻ നയൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ഓവറായിട്ടാ തോന്നി ബ്രൂക്ലിൻ നയൻ. അത് ഓഫീസും ബ്രൂക്ലിൻ നയൻ കണ്ടാൽ എനിക്ക് ഉറക്കം വരും. ഓഫീസ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. പക്ഷെ ഞാൻ ഓഫീസും ഫ്രണ്ട്സോട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫീസിലെ കുറച്ച് ആൾക്കാര് നമ്മളെ റിയൽ ലൈഫിൽ ഉണ്ടോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ലൈക്ക് സിമിലാരിറ്റീസ് ഓഫീസിലെ പോലെ ഓഫീസ് അധികം റിലേറ്റഡ് കുറച്ച് ക്ലിപ്സ് കണ്ടെന്നേ ഉള്ളു. ഓഫീസിന്റെ എല്ലാ ക്ലിപ്സും ഭയങ്കര എന്താ പറയാ, നമുക്ക് അയച്ചു കൊടുക്കാം. എല്ലാ ദിവസവും രണ്ട് റീൽ നമുക്ക് ചെയ്യാം. എടാ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഷോ എല്ലാം കാണുന്നത്, ഞാൻ ഈ ഷോ കാണുന്നത് എനിക്ക് ജസ്റ്റ് ഫോർ റിലാക്സ് ചെയ്യണം, കുറച്ചു നേരം ചുമ്മാ ഒന്നും എല്ലാം മറന്ന് ചിരിക്കണം. സോ ആ പർപ്പസ് ചില സമയത്ത് ഫ്രണ്ട്സ് മീറ്റ് ചെയ്യും. ഞാനൊരു സംഭവം പറയാം. നമ്മുടെ അപ്പം നമ്മള് അത് ഭയങ്കര സിമ്പിൾ ഇക്വേഷനാ. ഫ്രണ്ട്സ് കാണുന്നു, ചിരിക്കുന്നു, എൻഡ് ഓഫ് സ്റ്റോറി. പക്ഷെ അത് എനിക്ക് ഫ്രണ്ട്സിന്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, റാൻഡം ഏത് എപ്പിസോഡാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇതാ ഞാൻ അന്നും പറഞ്ഞതാ, കഥയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ നിന്നും എപ്പം വേണമെങ്കിലും കാണാം. ഇല്ല, കഥയൊന്നും ഇല്ല പ്രത്യേകിച്ച്. അതാ പറഞ്ഞ് എന്നത്തെ കുറിച്ചിട്ട് ഒന്നും ഇല്ല. ഓഫീസിലെ ഞാൻ ഇന്നൊരു എപ്പിസോഡ് കണ്ട് ചിരിച്ച് ചത്ത്. ഇന്നെന്ന് അതിൽ മറ്റേ പാം ആണെങ്കിൽ മൈക്കിളിനെ അടിക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ആ എപ്പിസോഡില് ഇങ്ങനെ ലാസ്റ്റ് അടിക്കും. എന്നിട്ട് അവസാനം ഇങ്ങനെ മൈക്കിൾ ഇങ്ങനെ പറയുന്നുണ്ട്, പാമിന്റെ ആ ഒരു ഹ്യൂജ് ഹാൻഡ്സ് എന്റെ മുഖത്തോട്ട് വന്നപ്പം എന്റെ ലൈഫ് ഫുള്ള് ഫ്ലാഷ്, എന്റെ ഐസിന് മുമ്പിൽ ഫ്ലാഷ് ആയിരുന്നു. എന്നിട്ട് പറയാ, ഞാൻ എല്ലാം കണ്ടു, ഞാൻ 4 പിള്ളേരെ അപ്പനാണ്, കൊറേ പൈസ ഉണ്ടാക്കും, പിന്നെ ജിമ്മും പാമിന്റെയും അവരെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവരെ മക്കൾ എന്റെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എക്സ്പ്ലെയിൻ ചെയ്യും. അതൊക്കെ പുള്ളി പറയുന്ന കേട്ടാ പൊട്ടിച്ചിരിക്കും, അത് ഓർത്തോർത്ത് ചിരിക്കും സീനാണ്. അതുപോലെ മറ്റേ ഫയറിന്റെ ഒരു എന്തായിരുന്നു മോക്ക് ടെസ്റ്റിൽ അതൊരു വിഷയം എപ്പിസോഡാണ്. അങ്ങനെ ഓർത്തിരിക്കുന്ന എപ്പിസോഡ് ഫ്രണ്ട്സിനുണ്ടോ? അതാണ് ചോദ്യം. ഇവരിപ്പോ പറയും ഒരു 10 എണ്ണം പറയാം, ഒരെണ്ണം പറയാം. എനിക്കുണ്ട് ഒരെണ്ണം പറയാം.
ഞാൻ അതും പറയാം. പറയണം. ഷാൻഡലറും മോണിക്കയും റിലേഷൻഷിപ്പിലാണെന്ന് റോസ് കാണുന്ന ഒരു സീനുണ്ട്. Yeah. ഞാനത് കണ്ട് ചിരിച്ചെന്റെ അത് ജസ്റ്റ് മൊമെന്റിൽ അവന്റെ റിയാക്ഷൻ മാറുന്നത്. അവൻ സൂപ്പർ ആക്ടിങ്. അത് എന്റെ ദൈവമേ, അതിൽ അവൻ ചാടുന്ന കണ്ട് ഈയോ ചിരിച്ച് 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 നമ്മുടെ വയറൊളുക്കും. Why is it relatable for you? ഒരു ഓക്വേർഡ് കോമഡി, എന്താ പറയാ, അവനൊരു ഓക്വേർഡ് സിറ്റുവേഷനിലിരുന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വൈസ് റിലേറ്റഡ് പറഞ്ഞാൽ ജോക്ക് കാണിച്ചിരിക്കുന്നു. ലൈക് 2 ഇമോഷൻസ് അറ്റ് ഒരു ഫ്രെയിമിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അവന് ചെയ്ത്. പക്ഷെ മറ്റേ ഫയർ മറ്റേ ആ ഒരു സംഭവല്ലേ ഞാൻ പറഞ്ഞ ആ ഒരു എപ്പിസോഡ്, അത് മറ്റേ എനിക്ക് ഡ്വൈറ്റ് ആ പുള്ളി തന്നെ ആ ഒരു എപ്പിസോഡ് ഡയറക്ട് ചെയ്തേക്കുന്ന. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ എപ്പിസോഡ് ആരാ ഡയറക്ട് ചെയ്തേക്കുന്ന? ഞാനിങ്ങനെ പറഞ്ഞു തന്നത് അവര് തന്നെ ഭയങ്കര ക്രിയേറ്റീവ്, ഐ മീൻ they were creative geniuses inside office. സംഭവം ശരി. അങ്ങനെയല്ല. സോ വാട്ട് എവർ അവർക്ക് കൊടുത്തത് അവര് ചെയ്യുന്നു. That's it. പക്ഷെ ഇത് അവരുടെ വൺ റെസ്പോൺസിബിലിറ്റി ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുക, ചിരിപ്പിക്കുക, അതവര് ചെയ്യുന്നു. That's it. സീൻ. അപ്പൊ ഫ്രണ്ട്സും ലൈഫായിട്ട് എങ്ങനെയാണ് എന്തെങ്കിലും കണക്ടിവിറ്റി? ഐ മീൻ ഇതിപ്പം കണക്ഷൻ വേണമെന്നൊന്നും ഇല്ല. ഇതൊരു നമ്മളെ ചുമ്മാ ഒരു ചിരിക്കാൻ വേണ്ടി കാണുന്നു, ഈ ബിസി വേൾഡിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കാണുന്നു. ജസ്റ്റ് ഫോർ ഫൺ സീൻ. ഇപ്പം ഫണ്ണിന് വേണ്ടിട്ടായിരുന്നല്ലേ എല്ലാം. പിന്നല്ല വേറെ എന്ത് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് ബിസി വേൾഡിൽ നമുക്ക് ഫണ്ട് കിട്ടണമെങ്കിൽ? ഒരു സംഭവം ഞാൻ പറയട്ടെ, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിലും വൺ ഓഫ് ദാറ്റ് മെനി ഓപ്ഷൻസ്. അല്ല ശരി, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. വാട്ട് ആർ ദി അതർ ഓപ്ഷൻസ്? ശരി, സമ്മതിച്ചു. വാട്ട് ആർ ദി അതർ ഓപ്ഷൻസ്? പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാം, അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം, സ്വിമ്മിങ് ചെയ്യാം, വെറുതെ നോക്കി എല്ലാം ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്രണ്ട്സ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഓഫീസ് സീനാട്ടോ. ഞാൻ ടൈം പാസിനല്ല ഓഫീസ് കാണുന്നത്. എബി സ്റ്റഡി ചെയ്യുകയാണ്. എബി മിക്കവാറും അതിലൊരു PhD എടുക്കും. സീനാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നല്ല മൈക്കിളിന്റെ ഒരു ക്യാരക്ടർ. ആ മൈക്കിള് എന്നുവെച്ചാൽ നമ്മള് പുറമെ കാണുമ്പോ പുള്ളി മറ്റേ കൊമേഡിയന് പുള്ളി സീൻ, പുള്ളി മറ്റേ 10 മിനിറ്റ്സിനായ മീറ്റിംഗ് എന്റെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്യേണ്ടി വരും. എന്താ പറഞ്ഞ അപ്പോ മൈക്കിളിന്റെ ക്യാരക്ടർ, മൈക്കിളിന്റെ ക്യാരക്ടർ നമുക്ക് ആദ്യം വിചാരിക്കും ഇവൻ എന്താ ഇങ്ങനെ, ഇവന് ഒരു ലൈസൻസ് ഇല്ല എന്നുള്ളതല്ല. പക്ഷെ കുറെ നമുക്ക് മനസ്സിലാവുമ്പം അവന്റെ ചൈൽഡ്ഹുഡ് അത്രയ്ക്കും അവന് തന്നെ ഒരു ട്രോമ പോലെ. അവന്റെ അമ്മ അവനെ അധികം നോക്കിയിട്ടില്ല, പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആയി, പിന്നെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു, എന്നിട്ട് അതിലുണ്ടായ കുറെ കാര്യങ്ങള്. ഇപ്പൊ അവന്റെ അമ്മയ്ക്ക് അവനെ വേണ്ട, അവന്റെ ഗ്രാൻഡ് മദർ എന്തോ ഉണ്ട്, അവർക്ക് അവനെ വേണ്ട. പിന്നീട് മൊത്തത്തില് ഒരു എപ്പിസോഡില് മറ്റൊരു കിളി ഗ്ലാസ്സിലിടിച്ച് ചത്തുപോകത്തില്ലേ, അപ്പൊ അതിന് ഒരു അടക്കമൊക്കെ. ഓഫീസിനകത്ത് പറയുന്നത് അവന് ഓഫീസിനകത്ത് സബോർഡിനേറ്റ്സ് വേണമെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അടുത്ത് നോ പറയാത്ത കുറച്ച് ഫ്രണ്ട്സ് വേണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഓഫീസിലെ മാനേജർ ആവുന്നത്. അതാ സീനാണ്. പക്ഷെ എന്താ പറയാ, അങ്ങനെ കുറെ സംഭവം അവര് ക്യാരക്ടർ മൊത്തത്തില് ഫുള്ള് കാണുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതൊക്കെ കാരണം എനിക്ക് ഓഫീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മെയിൻലി. പിന്നീട് എന്താ പറയാ, നമുക്ക് പിന്നെ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് ഏതാണ്ട് അതുപോലത്തെ. ഇവനെ ഓഫീസിൽ ഫുള്ള് കാണാൻ നിർബന്ധിച്ച ആരാന്ന് ചോദിക്കും. ഞാൻ ഇവനെ കുത്തിയിരുത്തി ഓരോ എപ്പിസോഡ് എടാ ഇത് കാണും, ഇതിങ്ങനെയാണ്. ഇപ്പോഴൊന്നും തുടങ്ങിയതല്ലേ. ഞാനിപ്പം 3-4 പ്രാവശ്യം ഫുള്ള് കണ്ട് പറഞ്ഞല്ലേ, ഇവനത് PhD എടുക്കും. എടാ ഞാൻ യൂട്യൂബിനകത്ത് ഓഫീസിന്റെ ഓരോ എപ്പിസോഡും ഡൈസെക്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ടേ.
പുള്ളി ഇച്ചിരി ഫിലോസഫിക്കൽ രീതിയിലൊക്കെ പോകും. ഞാനത് ഫുള്ള് കണ്ടിട്ടുണ്ട്. അതും കാണും, എന്നിട്ട് അതിന്റെ ഓഫീസിന്റെ എപ്പിസോഡ് കാണും. അങ്ങനെയൊക്കെ ആയിരുന്നു. ടു ലേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ജെയ്സൺ ചേട്ടൻ ജസ്റ്റ് പറഞ്ഞ് പിന്നെ ജെയ്സൺ ചേട്ടൻ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കും ഓഫീസിന്റെ ഒരു എപ്പിസോഡിനെ പറ്റി. അങ്ങനെയാണ് ഞാൻ പിന്നെ കുത്തിയിരുന്ന ഫസ്റ്റ് തൊട്ട് കണ്ടു തുടങ്ങിയ. അങ്ങനെ ആദ്യത്തെ മൂന്ന് സീസൺ വന്ന സീന നമുക്ക് ആദ്യം ഇഷ്ടപ്പെടില്ല. അത് അതാ വലിയൊരു പ്രശ്നം. അത് കഴിഞ്ഞിട്ട് വൻ സെറ്റപ്പ്. അപ്പൊ എനിക്ക് ഇതുപോലെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഓഫീസ് ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ട്. ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആരൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? പേര് പറയണ്ട, ചേർക്കണ്ടേ, വെറുതെ വിട്ടേക്ക്. ഓക്കെ, ഇനി എടാ 1/2 മണിക്കൂർ കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത എന്താ? ഓക്കെ, അപ്പം അടുത്ത സംഭവമാണ് ഇപ്പം ലൈഫ്. നമ്മൾ ആദ്യം ഫിക്ഷനും പിന്നെ സിറ്റ്കോമും, ഫിക്ഷൻ അല്ലല്ലോ സിറ്റ്കോം അല്ലേ, അതിനെ പറ്റിയൊക്കെ നമ്മൾ ചുമ്മാ കുറെ സമയം കളഞ്ഞു. പക്ഷെ അതായിരുന്നു മെയിൻ സംഭവം. ഫാമിലി അടുത്ത ഫൈനൽ പാർട്ട്. ലൈഫ് എന്ന് പറയുമ്പോൾ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സംസാരിക്കാൻ പോകുന്ന മാരേജ്. സബ് ടൈറ്റിൽ അല്ലെ, സബ് ടെക്സ്റ്റ്, സബ് ഹെഡിങ്. ഓക്കെ, അപ്പം ചേട്ടൻ റീസെന്റ്ലിയാണ്, ചേട്ടൻ മാത്രമല്ലല്ലോ, ചേട്ടൻ ചേച്ചി റീസെന്റ്ലിയാണ് കല്യാണം കഴിച്ചെന്ന് അറിയാം. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? എങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇതാണ് റൈറ്റ് പാർട്ട്ണർ? പിന്നീട് നമുക്ക് കല്യാണം കഴിക്കുന്ന നമുക്ക് കല്യാണം കഴിക്കുന്നതിന് അങ്ങനെയല്ല, ചേട്ടൻ കല്യാണം കഴിക്കുന്ന മുമ്പ് നമുക്ക് ചേട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. അതും പറയാം, അതിൽ പറയാൻ പറ്റുന്നൊക്കെ പറയാം. അതെനിക്ക് അറിയണം. എല്ലാം ഞങ്ങൾക്ക് ഇപ്പൊ വെളിപ്പെടുത്താനുള്ള ഒരു ഇതില്ല, ശക്തിയില്ലല്ലേ. അത്രേ ഉള്ളൂ. പിന്നീട് ചേച്ചിക്ക് ചേട്ടനെ മനസ്സിലാക്കി ഇത്ര നാളായിട്ട് ചേട്ടൻ എന്തൊക്കെ മനസ്സിലാക്കി? ഒരു 1 മിനിറ്റ് ഇതുവരെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്ത ആളാ, അതുകൊണ്ട് ബ്രോക്കോടൊപ്പം വർക്ക് ചെയ്യാൻ പാടില്ല. അല്ല, അവിടെ നമ്മള് പക്ഷെ നമ്മളൊന്നും പറഞ്ഞില്ല. അപ്പം ഓവർ ടു ജെയ്സൺ ചേട്ടൻ, കെസി ചേച്ചി, എങ്ങനെയാണ് നിങ്ങളുടെ മാരേജ് ലൈഫ്? എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് ചോദിക്കണ്ട, അങ്ങോട്ട് സ്റ്റാറ്റസ് എന്താ? മാരീഡ്. ഗുഡ് ആണ്. അല്ല, എങ്ങനെയാണ്? എനിക്ക് ഇത്ര മാത്രം അറിയാം. ജെയ്സൺ ചേട്ടൻ ഒരു ദിവസം കോട്ടയത്തോട്ട് വന്നിട്ട് എല്ലാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാനും കോട്ടയത്തുണ്ടായിരുന്നു. ചേട്ടൻ വിളിച്ചിട്ട് നമുക്കറിയുന്ന ഒരു അങ്കിളുടെ വീട്ടില് ഞാൻ നിൽക്കായിരുന്നു. നമുക്ക് പെട്ടെന്ന് ചേട്ടൻ അങ്ങോട്ട് വന്ന് ഒരു പ്രത്യേക ഒരു ചിരി, സന്തോഷം. അല്ല, എന്നാ പിന്നെ ജേസൺ ചേട്ടൻ പറയാം എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചതെന്ന്. ഇതാണ് ഞങ്ങളുടെ എന്നിട്ട് കണ്ടിന്യൂ. ചേട്ടന് ഭയങ്കര സന്തോഷം. ചെറിയ ഫുട്ടേജ് ഉണ്ട് ഞങ്ങളുടെ സീനാണ്, എന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ചേട്ടാ ആദ്യത്തെ ഒരു ആദ്യം എന്താ ഇവിടെ പെണ്ണ് കാണാൻ പോയപ്പോഴും ആദ്യം കണ്ടേ? ഒബ്വിയസ്ലി. എന്നായിരുന്നു വെച്ചാ ജൂലൈ ലാസ്റ്റ് വീക്കായിരുന്നു. സീൻ അത്ര ഓർത്താ പോലെ എന്റെ പൊന്നു. താങ്ക് യു. ജൂൺ പോളി 15 നാളെ എന്താ വേണ്ടേ? ആണ്. എനിക്കൊന്ന് ജൂൺ എന്തോ ജൂന്റെ ബർത്ത്ഡേ. അല്ലെങ്കിൽ ചേച്ചി അതാണെന്നങ്ങ് സമ്മതിക്കും തൽക്കാലത്തേക്ക്, വേറെ വഴിയില്ല. അത്രേ ഉള്ളൂ. എന്തായാലും എന്റെ ബർത്ത്ഡേ എന്നാന്ന് ചോദിക്കടാ. ഒബ്വിയസ്ലി ഓഗസ്റ്റ് 1 അത് ഫാൻസി നമ്പർ ആയത്. എന്നാലും ബാക്കി കഥ എന്നാ ഞങ്ങളുടെ വേർഷൻ ഓഫ് ദ സ്റ്റോറി പറഞ്ഞു. ഇനി നിങ്ങളുടെ വേർഷൻ ഓഫ് ദ സ്റ്റോറി പറ. ഞങ്ങള് ജേസൺ ചേട്ടൻ അതെ, എവിടെ പാട്ടിലെ പോലെ ഒരു ടിപ്പിക്കൽ അറേഞ്ച് മാരേജ്.
അതായിരുന്നു ആ യെസ്. അതെ അതെ ശ്ശെ. അതെ അതെ വിളിക്കാം എക്സൈറ്റ്മെന്റ് ഇല്ല. പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഡ്രമാറ്റിക് ആയിട്ട് പറഞ്ഞു. ഡ്രമാറ്റിക് ആക്കുക. ഞാൻ പെട്ടെന്ന് അതിൽ പോകുന്ന നേരത്ത് പെട്ടെന്ന് നിർത്തി ഒരു ചായ കുടിക്കാൻ. കുറെ നേരം അവിടെ ഇങ്ങനെ അന്ന് പിന്നെ വണ്ടി കയറി ഭയങ്കര അതിൽ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറയുമ്പോ ഭയങ്കര സീനാണ്. പെട്ടെന്ന് ചേച്ചി ഇങ്ങനെ വരുന്നത് സീരിയൽ പോലെ ആയിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെ ചായ ഇട്ട് വരുമ്പോ അത് കുറെ ബീജം പിന്നെ ഇട്ടാ മതി. കുഴപ്പമില്ല. സീനായിരിക്കും. തൽക്കാലം ജയസ്നേട്ടൻ പറഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബീജം വരുന്നതായിരിക്കും. വരും. സീനായിരിക്കും. ജയസ്നേട്ടൻ പറഞ്ഞു. ചേട്ടന്റെ സൈഡ് ആദ്യം, പിന്നെ ചേച്ചിയുടെ സൈഡ്. ആ അപ്പം എന്താ കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, ഫാമിലി തമ്മിൽ സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പം കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പം കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിച്ചു. നമ്മുടെ ഒറ്റ നോർമലി ദിവസം നടന്നു. ഷോർട്ട് സ്റ്റോറി അല്ല No, അല്ല. no. പിന്നെ എത്ര സമയം എടുത്തു? എത്ര സമയം എടുത്തു? ഒരു 1 month. 1 month ഇല്ല. ജൂൺ July. ലാസ്റ്റ് കണ്ടു. പിന്നെ ഓഗസ്റ്റ് ലാസ്റ്റത്തേക്ക് Fix കല്യാണം ആയി. ഫിക്സ് ചെയ്തു. പക്ഷെ കല്യാണം എല്ലാം പെട്ടെന്നായിരുന്നല്ലേ. ഒന്ന് ഫാമിലീസ് ഇച്ചിരി തമ്മിലൊന്നും പെട്ടെന്ന്. ഒരു ഒത്തുറപ്പിലോട്ട് വന്നതിന് പിന്നെ ടബേ കല്യാണം എൻഗേജ്മെന്റ് കല്യാണം തിരിഞ്ഞു. ഞങ്ങൾക്കും പ്രോസസ് ചെയ്യാൻ ഒത്തിരി സമയം ഉം. കിട്ടിയില്ല. സത്യം ശരി. പലരും ഇപ്പോഴും വിശ്വസിച്ചില്ല എന്നാണ് എടാ. തോന്നുന്നത്. അത് വിശ്വസിക്കണ്ട. It's okay. നേരത്തെ ക്ഷീണിച്ചോ? കൈയടിച്ചപ്പം ആ ബലത്തില് KSEB എന്തോ പറ്റിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്തവണ ഇച്ചിരി Okay. മയത്തിൽ. Okay. അടുത്ത ട്രാൻസ്ഫോമർ അടിച്ചു വന്നു. മയത്തിലടിച്ച്. ഇവിടെ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. Okay, set. അയച്ചുതരാം. ആ അത് മതി. യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചേട്ടന്റെ കല്യാണത്തിനെ പറ്റി. ഞാൻ ആദ്യം ഇച്ചിരി ഒരു സേഫായിട്ട് പറഞ്ഞാണ്. പക്ഷെ ചേട്ടൻ ഏതാണ്ട് ആദ്യം അറിഞ്ഞതിൽ കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനാണ്. കുറച്ചെന്ന് പറയുമ്പോ വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനാണ്. ഒരു 19 ആൾക്ക്. പക്ഷെ അതിൽ പ്രിവിലേജ് എനിക്കുണ്ടായി. യെസ്, ഐ എം വെരി പ്രിവിലേജ്ഡ്. യെസ്, അപ്പോഴേ ചേട്ടന്റെ എക്സൈറ്റ്മെന്റ് ചേച്ചി കാണണമായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചേട്ടൻ. സീനായിരുന്നു Really? സത്യം. പക്ഷെ ഞങ്ങള് ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണമാണ് സത്യം പറഞ്ഞ ഞാൻ പാട്ടൊക്കെ ചെയ്തത്. അതെ അതെ. ചേട്ടന്റെ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടിട്ട്. പാട്ട് കേൾക്കാത്തവർക്ക് ഞാൻ ലിങ്ക് ചെയ്തേക്കാം. ബയോ. അത് ബയോയിലും കാണും, എല്ലായിടത്തും സെറ്റാണ്. ഇതുവരെ അത് എന്നെ ഒരു 1 year ആവുമ്പോ അതൊന്ന് റിലീസ് ചെയ്യണം. അത് ഞങ്ങൾ ആ, ചെയ്തോളാം. ഓക്കെ അത് ഞാൻ ഒന്നും കൂടെ Okay, thank you. മാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ചെയ്തിട്ട് സ്പോട്ടിഫൈ ഇടണം പതിയെ. ഓക്കെ. Yeah. എടാ അത് എന്റെ പല കസിൻസും കണ്ട് അവസാനം അതെടുത്ത് ഫ്ലാഷ്, എന്റെ ഫാമിലി മൊത്തം ഫ്ലാഷ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മമ്മിയൊക്കെ എനിക്ക് അത് അയച്ചു തരുന്നു. എന്തുവേണം നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. യെസ് യെസ്. ചേട്ടൻ എന്താ പറയാ, എനിക്കൊന്നും പറയില്ല. പാട്ട് അടിപൊളിയായിരുന്നു. സീൻ പാട്ടായിരുന്നു. Yes, scene Really awesome. കണ്ട. യെസ്, നമ്മൾ ലൈഫിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ചേട്ടൻ ചേച്ചിക്ക് എന്തായിരുന്നു ചേട്ടന്റെ ചേട്ടന്റെ എക്സൈറ്റ്മെന്റ്? സൈഡ് ഞങ്ങള് കേട്ടു. ആ. ചേച്ചിയുടെ സൈഡാണ് അല്ല, ഞങ്ങൾ ചേട്ടന്റെ എക്സൈറ്റ്മെന്റ് നമ്മൾ കണ്ടവരാ. Yes. ആ പാട്ട് വരെ വന്നു. ഓ. ചേച്ചിയുടെ എക്സൈറ്റ്മെന്റ് നമ്മൾ അറിഞ്ഞില്ല. ഒരു പാട്ടായിരുന്നു. ഇനി സമയമുണ്ട്. ചേച്ചിയുടെ സൈഡ്. എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചേച്ചി ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെയൊന്നും ഇത് പിന്നെയും വരുമെന്ന് അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് കണ്ടു. Scene. അങ്ങനല്ല, വന്ന് ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എന്നെ ഒരുമാതിരി ആക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി ഓ, scene, interview. വേറെ ലെവലായി ആണ്. ഈയുടെ PMC ഒരു എല്ലാരും ഇത് ചെയ്യുമല്ലേ? ഏഴ് ചേട്ടൻ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്യാനൊക്കെ. പരീക്ഷ കഴിഞ്ഞിട്ടില്ല. ഓ, scene. എന്നിട്ട് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ടൈം സെക്കൻഡ് ടൈം വിളിച്ച ശേഷം പിന്നെ എനിക്ക് ഉറപ്പായി ഓക്കെ ഫൈൻ. പിന്നെ ചേച്ചി ഇങ്ങനെ ഒരു നോക്കാം പോയിന്റിൽ ഇങ്ങനെ വിചാരിച്ചോ ഈ ലൈഫ് ലോങ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കണോന്ന്? ഞാൻ ആദ്യമേ ഫസ്റ്റ് ഡേയില് ഞാൻ ചേച്ചിയോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. എന്താ പറഞ്ഞ? പക്ഷെ എനിക്ക് അപ്പം ഞാനപ്പം പറഞ്ഞത് ലൈക് പ്രൊഫസറായിട്ട് ഈ ഒരു
തിങ്കിങ്ങും ഈ ക്വസ്റ്റ്യൻസ് ലൈഫ് ലോങ് കാണും. പക്ഷെ അതൊന്നും അല്ല, ലൈഫിൽ വന്നപ്പോ മനസ്സിലായി. സീൻ സ്റ്റുഡൻസ് ഒക്കെ കേട്ട് സീനായിരിക്കും. അവളതൊരു നല്ല രീതിയിലാണ് ഉദ്ദേശിച്ചത്. സീൻ ചേട്ടാ. പക്ഷെ ഞാനൊരു കാര്യം അല്ല, പറയാം. അപ്പൊ പ്രൊഫസറിന്റെ അത്ര ഒരു ഇതില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എന്ത് പറ്റി? അല്ല, അതൊക്കെ എന്തായാലും കല്യാണം കഴിഞ്ഞ നടന്നേ. അപ്പം പക്ഷെ ആദ്യത്തെ കല്യാണം കഴിയുന്നതിന് മുമ്പേ അപ്പൊ കൺസേൺ എങ്ങനെ സോൾവ് ആക്കിയത്? ഇല്ലില്ല, ആ സമയത്ത് അങ്ങനെ കൺസേൺ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. സംസാരിക്കാൻ നേരത്തെ ആയാലും അച്ഛൻ ഫുൾ ടു ഒരു ലെവലിലായിരുന്നു. ഇപ്പം ചേട്ടൻ സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസും ചളോടിക്കാൻ നേരത്ത് ചളോടിക്കുകയും ഈ ഞാൻ ആ ഒരു സെക്കൻഡ് സൈഡ് ഞാൻ കണ്ടതേ ഇല്ലായിരുന്നു കല്യാണത്തിന് മുമ്പ്. ലൈക് എപ്പോഴും ലൈക് ഞങ്ങൾ അതേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനും കാണാൻ തുടങ്ങി. ഞാൻ പിന്നെ എപ്പോഴും ഫോർമലി വന്ന് സംസാരിക്കുന്നു. വേറൊരു റൂമർ ഞാൻ കേട്ടു. ജേസൺ ചേട്ടന്റെ മാരേജിന്റെ ആ ബയോഡാറ്റ കണ്ടിട്ടാണ് ചേച്ചി വീണതെന്നുള്ളത്. ശരിയാണോ? അത് ഞാൻ കേട്ട റൂമറാണ്. പക്ഷെ ഞാൻ ആ ബയോഡാറ്റ ഒന്ന് കണ്ടതേ ഉള്ളൂ, എനിക്ക് അയച്ചു തന്നിട്ടില്ല. ആണോ? ഞാൻ തരാം. മറ്റേ ഇതിനകത്തിട്ടോ, ബയോയിലിട്ടോ. പക്ഷെ എന്റെ ഡൗട്ട് മൊത്തം ഇത് ജസ്റ്റ് പേപ്പറിന് വേണ്ടി അങ്ങനെ എഴുതിയതാണെന്നോ പേഴ്സൺ റിയലി അങ്ങനെ ആണെന്നോ എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഡൗട്ട് ചോദിച്ചായിരുന്നോ? അത് സംസാരിച്ചോണ്ടിരുന്നപ്പം 1 by 1 നമ്മൾ ചോദിക്കുമല്ലോ. അപ്പം ചോദിച്ചില്ലെങ്കിലും സംസാരിച്ചോണ്ടിരുന്നപ്പോ മനസ്സിലായി. ഓക്കേന്ന് വിചാരിച്ചു. അപ്പം ഒരു പോയിന്റ് എന്ന് പറയുമ്പം നമ്മള് ബുക്ക് ഞാൻ എടുക്കാം, നീ കണ്ടിന്യൂ ചെയ്തോ. അല്ല, സംഭവം ഒരു പോയിന്റ് എന്ന് പറയുമ്പോ നമ്മുടെ ബയോഡാറ്റ സെറ്റ് ആയിരിക്കണം അല്ലേ? മേക്ക് ബയോഡാറ്റ ഫസ്റ്റ് പോയിന്റ് എഴുതിയിരിക്കുന്നത്. ബാക്കി പോയിന്റ്സ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കല്യാണം അങ്ങനെ നടത്തി കൊടുക്കരുത്. അല്ല അപ്പം അല്ല, ഇത് ഞാൻ ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ഇടും. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് കമന്റ്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാ, കമന്റ്സിൽ ഇടാം. തന്നെ അടുത്ത കേട്ടാ മതി. അല്ല, എന്നാലും ചേച്ചിക്ക് ചേച്ചിയുടെ കൂടെ തരാമോ? അപ്പം നമുക്ക് രണ്ട് സൈഡും കാണിക്കാം. എന്റെ വെരി സിമ്പിൾ എന്റെ ഒന്നുമില്ല. അല്ല, എനിക്ക് ഡൗട്ട് ഉണ്ട്, ഒരു ഡൗട്ട്. സംഭവം ഡൗട്ടല്ല, ഇങ്ങനെ സംഭവം ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള പല ആൾക്കാർ കാണുമല്ലോ. ഞാൻ നമ്മളെ കൂട്ടുന്നില്ല എന്നാലും. പക്ഷെ പലപ്പോഴും കറക്റ്റ് സെറ്റ് ആവത്തില്ല. അത് മാത്രല്ല, പല നമ്മുടെ ഈ മറ്റേ m4marry.com പോലത്തെ സംഭവത്തില് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് പലത് റിജക്ട് ആയി പോകുന്നു, അങ്ങനെ കുറെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ബയോഡാറ്റ അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് അത് വായിച്ചു നോക്കൂ ആൾക്കാര്. എനിക്ക് സംശയമാണ്. കാര്യം നമ്മുടെ പയ്യന്മാരെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞത് ഇപ്പഴാണ് മനസ്സിലായത്. ബയോഡാറ്റ ചേച്ചിയുടെ ബയോഡാറ്റ ഫുള്ള് വായിച്ചായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല ചേട്ടൻ വായിച്ചാണ്. അവള് പറഞ്ഞ സിമ്പിൾ ബയോഡാറ്റ ആയിരുന്നു. ഞാൻ അത്ര എഴുതിയിട്ടില്ല. ഞാൻ അച്ഛനെ കണ്ട് ഞാൻ കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ്. പറയോ വൺ തിങ് ദാറ്റ് യു നോട്ടീസ് ഫ്രം കിസി ചേച്ചീസ് ബയോഡാറ്റ? ബേസിക് ഇൻഫർമേഷൻ, പേരും അതിന് പറഞ്ഞ സിമ്പിൾ ആയിരുന്നു. അവള് പറഞ്ഞ പേരും ആ ബേസിക് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതേ ഉള്ളായിരുന്നു. പേരപ്പൊ നോട്ടീസ് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ കൊടുത്തപ്പോ അവിടുന്ന് വന്നത് ഭയങ്കര ഒരു ടെംപ്ലേറ്റും എഡിറ്റഡ് ഫോട്ടോ. അത് ഈ അവസരത്തിൽ ഞാൻ എന്റെ പാവം സോളമൻ ബ്രോയെ ഞാനൊരു നിമിഷത്തേക്ക് ഞാൻ റെസ്യൂമേ വന്ന് പുള്ളിയാണ് എന്റെ അടുത്ത് പുള്ളിയാണ് എന്റെ അടുത്ത് ഈ ടെംപ്ലേറ്റും പുള്ളി അവൻ തന്നെ ഈ ഒരു ഇത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അവൻ തന്നെ ചെയ്ത് കൂടെ ചെയ്തപ്പം ഞാൻ എനിക്കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവനും ഉണ്ട്. അല്ലല്ല
അത് ചെക്ക് ചെയ്യണം, അതൊന്ന് ചെക്ക് ചെയ്യണം. അല്ല, നിങ്ങൾ കോപ്പി അടിച്ചപ്പോഴേ അതാ, ലെവലിലാണ് അതൊന്ന് കോപ്പി check ചെയ്യണം. അടിച്ചെന്നൊരു മനസ്സിലാകാനുള്ള ഒരു ആകാംക്ഷ വെച്ച. അപ്പൊ നമ്മള് എപ്പോഴും ബയോഡാറ്റ നല്ല സ്ട്രോങ് ആക്കി വെക്കണം പയ്യന്മാരെ സൈഡില്. പെമ്പിള്ളേരാണെങ്കിൽ സിമ്പിൾ ആൻഡ് ക്ലീൻ. സിമ്പിൾ ആൻഡ് ക്ലീൻ. ഓക്കെ. പിന്നീട് പയ്യന്മാര് കോമ്പൻസേറ്റ് ചെയ്യാൻ കളർ ഇച്ചിരി അധികം ഉപയോഗിക്കണം. അത് അയ്യോ, അതിനകത്ത് ഫുൾ ഇതല്ലേ. ഫുൾ യൂസ് കളേഴ്സ്, കളർഫുൾ ഫോളി. കളർഫുൾ. കണ്ണ് എത്ര ഉള്ളു, അത് കാണുമ്പോ നമ്മുടെ കണ്ണിങ്ങനെ തള്ളിയിരിക്കും. അതെ, ഇതുവരെ തോന്നിട്ടില്ല അത് കഴിഞ്ഞ്. പിന്നീട് അത് അപ്രൂവ് ആയതിനു ശേഷം പ്രോ ലുക്കില് പെണ്ണ് കാണാൻ പോണം. അത് അപ്രൂവ് ആയി കഴിഞ്ഞു. ഓക്കെ, ബയോഡാറ്റ സ്റ്റേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രോ ലുക്ക്. പ്രൊഫഷണൽ. എന്തിട്ടോണ്ടാണ് ജേസനേട്ടൻ പോയത് ചേച്ചിയെ കാണാൻ? ചേട്ടൻ ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു സ്റ്റൈലില് ഇൻഷർട്ടൊക്കെ ചെയ്ത് ഭയങ്കര ടൈ കിട്ടിയായിരുന്നോ? ഇല്ലാന്ന് തോന്നുന്നു. എന്തിന് ഇന്റർവ്യൂക്ക് നല്ലതേ പോകുന്നു. ഇപ്പൊ ഇന്റർവ്യൂ ആണല്ലോ ചെയ്തത്. അപ്പൊ ഇവിടെ വെച്ച് ആദ്യം കൊടുത്തു CV. ബേസിക്കലി നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും. കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇന്റർവ്യൂ പാസ്സായിട്ട് ആണല്ലോ നമ്മള് കാണാൻ പോകുന്നു. യെസ്, കാണാൻ പോകുന്നു. അതെ, പണിയായ. അല്ല, ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂടെ ഫസ്റ്റ് റൗണ്ട് പാസ്സായി. അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ്, പിന്നെ HR ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇല്ല സെക്കൻഡ് റൗണ്ട് ടെക്നിക്കൽ റൗണ്ട്, technical തേർഡ് round. റൗണ്ട് HR. ഓക്കെ. HR ആരായിരുന്നു? ഞാൻ തന്നെ ആയിരുന്നു. 3 റൗണ്ട് ഞാൻ തന്നെ. ഞാൻ തന്നെ. കൊള്ളാം. അയ്യോ, ഓക്കെ. ഫസ്റ്റ് 3 സ്റ്റേജ് നമുക്ക് കിട്ടി. ഇപ്പൊ ബയോഡാറ്റ, ഇന്റർവ്യൂ, അത് കഴിഞ്ഞ് ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം. ഫൈനൽ സ്റ്റേജ് ആക്ച്വലി അല്ല, ഈ ആണോ? ബയോഡാറ്റ, പ്രോ ലുക്ക്, ഇന്റർവ്യൂ പാസ്സായതിനു ശേഷം ഫോൺ നമ്പർ വാങ്ങണോ? അതൊക്കെ അതിന് മുമ്പേ നടന്നിരുന്നേ. ഫോൺ നമ്പർ ലാസ്റ്റിലായിരുന്നു അല്ലേ? ഞങ്ങളുടെ കേസ് പക്ഷേ ലാസ്റ്റിലായിരുന്നു. അപ്രൂവ് കിട്ടണമെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തത്. ആണ്. അപ്പൊ നിങ്ങൾ അതുവരെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ? ഞങ്ങൾ 2 വട്ടം അങ്ങനെ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. പപ്പയുടെ ഫോൺ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാൻ ഒരു നിമിഷം ഞാൻ ഒന്ന് വിളി- Yes. ഇവളെ വിളിക്കണമെങ്കിൽ അവളുടെ പപ്പയെ വിളിക്കും. Yeah. സീരിയസ്ലി ഇങ്ങനെ ചെയ്ത്. Typical arrangement. ഫസ്റ്റ് കോൾ ഫാദർ. ഓക്കെ. കോൾ ഫാദർ. ഫ്രം ഫസ്റ്റ് ഗെറ്റ് ദ നമ്പർ ഓഫ് ദ ഫാദർ, പിന്നെ കോൾ ഫാദർ. ഫാദേഴ്സ് നമ്പർ. ഓക്കെ. അച്ഛന്റെ ഇനിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അച്ഛൻ വന്ന് ഡീൽ ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്ക് വീട്ടിലെ എൽഡേഴ്സ് എല്ലാരും നല്ലതായിട്ട് ഇംപ്രസ്ഡ് ആയിപ്പോയി. സോ അച്ഛൻ അത് ടാർഗറ്റ് ചെയ്തായിരുന്നു. മാർക്കറ്റ് യുവർ ടാർഗറ്റ് മാർക്കറ്റ് യുവർസെൽഫ്. ടാർഗറ്റ്. ഇങ്ങനെയൊക്കെ തന്നെ ഓക്കെ, ശരി. നമ്മള് ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് ആണ്. ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി ഞങ്ങളൊരു ഒരു ഗൈഡ് ലൈൻ പോലെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇതെനിക്ക് പറ്റുന്നില്ല, എൻക്രിപ്റ്റഡ്. ഞാൻ ഫുള്ള് ഓക്കെ. ശരി, അടുത്തത് അപ്പം ഫാദറിന്റെ നമ്പർ കിട്ടി. പിന്നെ ഏറ്റവും അവസാനം ചേച്ചിയുടെ നമ്പർ കിട്ടി. അപ്പോഴാണ് ചേട്ടന്റെ ഒരു സൈഡ് അറിഞ്ഞത്. ചേച്ചി ഒരുപാട് ചിരിപ്പിച്ച് ചളവടിച്ച് ചിരിപ്പിച്ചാണ് സെറ്റ് ആയത് അല്ലേ? അങ്ങനൊന്നുമല്ല. ചേച്ചി ഒരുപാട് ചിരിപ്പിച്ചാണ് ഇംപ്രസ് ചെയ്തതെന്ന്. ഇല്ല ആ ചിരിപ്പിക്ക് തോന്നിയില്ല. ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഫോർമൽ ആയിരുന്നു. അച്ഛൻ ഭയങ്കര ഫോർമൽ ആയിരുന്നു. ആൻഡ്രൂ ടേറ്റ് അത് വേറെ, അത് ഫോർമൽ ഒന്നും അല്ല, ഫോർമൽ, ബി ഫോർമൽ. ഓക്കെ, ശരി. നമുക്ക് കല്യാണത്തിന്റെ സ്റ്റേജിലേക്ക് കടക്കാവോ? കല്യാണത്തിന്റെ സ്റ്റേജില് എത്തിയിരിക്കുകയാണ് നമ്മള്. ഓക്കെ. കല്യാണം കഴിഞ്ഞോ കല്യാണത്തിന് മുമ്പോ? കല്യാണത്തിന്റെ ഇടയ്ക്ക് വേണ്ട, കല്യാണത്തിന് മുമ്പ് ജസ്റ്റ് പ്രിപ്പറേഷൻസ് ഫോർ മാരേജ് എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻസ് ഞങ്ങള് വെഡിങ് കാർഡ് റെഡിയാക്കുന്നതും അങ്ങനെ കുറെ. എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. എനിക്ക് പിന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും, പിന്നെ അതിനൊക്കെ ടൈം കിട്ടിയുള്ളൂ. പിന്നെ പ്രിപ്പറേഷൻ. അയ്യോ, ഡ്രസ്സ് അത് ചേച്ചി കേൾക്കണം. ചേട്ടൻ ഡ്രസ്സ് എടുക്കാൻ പോയി.
ഡ്രസ് എടുക്കാൻ മറ്റേ എന്തായിരുന്നു തന്നെ പറയുന്ന ഷർവാനയാ എന്താ ഷെർവാനി. ആ സംഭവം എടുക്കാൻ ഡ്രസ് എടുക്കാൻ പോയെ. അവരെ എന്താ കുറെ പ്രശ്നം എന്ന് പഠിപ്പിച്ചു. വെച്ചാൽ ചേട്ടൻ ഈ ജിമ്മിൽ പോയിട്ട് ഈ ചെസ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ നീളമുണ്ട്, ബ്രോഡാണ്. അപ്പം പ്രശ്നം ചേട്ടൻ 40 ആണെന്ന് തോന്നുന്നു. പക്ഷെ 42 എടുക്കുമ്പം ഭയങ്കര ലോങ്ങും ഭയങ്കര വലുത്, ഒരു കുഞ്ഞാള് ഒരു വലിയ ആളിന് ഉടുപ്പിട്ട പോലെ. പക്ഷെ കറക്റ്റ് സൈസ് ഇടുമ്പോ ബട്ടൺസ് ഇടാൻ പറ്റൂല. അപ്പം ഒരു കടയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞേ ഭയങ്കര കോമഡിയാ. ഇതൊക്കെ ഹൈറ്റും സൈസ് ഉള്ളവർക്ക് ഓ അച്ഛൻ ഇന്നലെ പറഞ്ഞു. ഇതെന്നോട് പറഞ്ഞു. ആ കടയെ കൊണ്ടുപോയി എന്തെന്ന്. ആ കടയിൽ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല എടുത്തു കൊടുക്കാൻ. പുള്ളി എന്നെ ഭയങ്കര ഡിപ്രഷൻ അടിച്ചു. എനിക്ക് തോന്നുന്നു അല്ലല്ല, അവിടെ ആ കടയിൽ വർക്ക് ചെയ്യുന്ന ആർക്കും അവിടെ മാർക്കറ്റിന് ഇഷ്ടമില്ല. അവർ സാധനം അങ്ങനെയാ. വിൽക്കുന്നത്. കസ്റ്റമേഴ്സ് അതുപോലെ ആയിരിക്കണം. അല്ല അവർക്ക് അല്ല, ബോണസ് എല്ലാവരും കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നുന്ന കല്യാണ സെഷൻ ആയിരിക്കും. സെൻഡിങ് ബോണസ് ഇല്ല, അതാ. അതായിരിക്കും. അത് മാത്രല്ല അയ്യോ പാവം ഒരുത്തനും കൂടി ഇനി കഷ്ടപ്പെടാൻ പോവാണല്ലോ എന്നൊരു സൈഡിൽ ഒരു വിഷമം കാണും. അതെ, നല്ല മനസ്സ് നമ്മൾ കാണാൻ നിന്റെ- പോകരുത്. എടാ നീ കല്യാണം കഴിക്കല്ലോ അല്ലേ? എന്നാ ഞാൻ ഞാൻ എല്ലാം ഒന്ന് നോട്ട് പറയണം. എല്ലാം തയ്ച്ചു വെച്ചോ. പക്ഷെ വീട്ടിൽ സമ്മതിക്കൂല. ഇവന് ഹൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇവന് ഷെർവാണി ചേരും. ഷെർവാണി എന്റെ കൊള്ളാം, നല്ലായിരിക്കും. പക്ഷെ ഞാൻ എന്റെ കല്യാണ സമയത്ത് ഞാൻ മുണ്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഓ നീ എന്തെങ്കിലും കൊടുക്ക്, കിട്ടിയാ മതി. അതാണ് ഇമ്പോർട്ടന്റ്. മതി. തുണി ഇമ്പോർട്ടന്റ് ആണ്. തുണി, അതെ അതെ, വേർ സംതിങ്. ഓക്കെ, അടുത്ത ഇനി എന്താണ്? കഴിഞ്ഞില്ലേ? ഇനി എന്തായിരുന്നു? കല്യാണം കഴിഞ്ഞു. മാരേജിന്റെ സമയത്ത് കഴിഞ്ഞു. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഉം. ഏറ്റവും ആദ്യം എടുക്കുന്ന തീരുമാനങ്ങൾ. ഏറ്റവും ആദ്യം എടുത്ത തീരുമാനങ്ങൾ. ഏറ്റവും ആദ്യം എടുത്ത തീരുമാനം ആദ്യം പറ, എന്നിട്ട് പിന്നെ നമുക്ക് Yes. സെറ്റിംഗ് പ്രയോറിറ്റീസിലേക്കൊക്കെ കടക്കാം. അല്ല അത് ഇതല്ലേ കല്യാണം അല്ല, കഴിഞ്ഞിട്ട് ആദ്യം എടുത്ത തീരുമാനം. കല്യാണം കഴിഞ്ഞിട്ടല്ല, മേ ബി First റിലേഷൻഷിപ്പ് official ഇങ്ങനെ marriage സീരിയസ് as a ആയി. couple. അല്ല ഫസ്റ്റ് ഒഫീഷ്യൽ മാരേജ്. First official decision as a couple. Sorry. അങ്ങനെ ആസ് എ കപ്പിളായിട്ട് എടുത്തത് മേ ബി ലൈക്ക് എന്തെടുത്താലും ഇറ്റ് വിൽ ബി ലൈക്ക് ക്രൈസ്റ്റ് സെന്റേർഡ് ഇല്ലെങ്കിൽ ഗോഡ് സെന്റേർഡ് ആയിരിക്കണം. ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. എന്താ പറയാ, ഒരു ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ട് ആ ഒരു ഫോക്കസോടുകൂടെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു. ഇനി ഞാനൊരു വേറെ ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് സോ വിഷസ് ആൻഡ് ഡിസൈർസിന്റെ ഒരു ക്ലാഷസ് വരും ഞങ്ങൾക്ക് അറിയായിരുന്നു. സോ അത് എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സംവെയർ ഹു ഇസ് ഗ്രേറ്റർ ദാൻ ഓർ അബോവ് us. അത് ഞങ്ങൾക്ക് ലൈക്ക് വി ഫെൽ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഗോഡ് സെന്റേർഡ്. സോ അതായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഞങ്ങള് നേരത്തെ ഡിസിഷൻ. ഓക്കെ, അപ്പം ഡിസിഷൻ അത് എഴുതിയെടുക്കുന്നില്ലടാ. അത് എഴുതിയെടുക്കുന്നില്ലെന്ന്. ഞാൻ പെട്ടെന്ന് അല്ല എബി അതിനെപ്പറ്റി ഒരു മിനിറ്റ് ചിന്തിക്കുകയായിരുന്നു. സത്യം അങ്ങനെയാണെന്ന്. അത് അവൻ അവിടെ വരെ എത്തിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ആ സ്റ്റേജ് വരെ നോട്ട്സ് എത്തുന്നത്. സോ സംഭവം എനിക്കെന്താ ചിന്തിക്കാൻ എനിക്ക് വാക്കുകളില്ല, സത്യം. കണ്ണിൽ വെള്ളം വരുന്നു. പ്രതീക്ഷിച്ചിട്ട് പക്ഷെ എന്താ പറയാ, ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നില്ല അവര് ഇങ്ങനെയല്ല പെട്ടെന്ന് ചാടിക്കറി കല്യാണം കഴിക്കുക. അത് ഇതുപോലെ നമ്മുടെ ഫാമിലീസ് തമ്മിലുള്ള ഇങ്ങനെ ഇരിക്കുന്നു. ഫാമിലീസ് ഒരു ഒത്തുപോകുക ഒന്നും അവര് ചിന്തിക്കാതെയാണ് പല കല്യാണങ്ങളും പോകുന്നത്. അവരുടെ അടുത്ത് എന്തെങ്കിലും ചേട്ടൻ പറയണ്ടോ? ചേട്ടൻ ചേച്ചിക്ക് കല്യാണം കഴിക്കലെന്നാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്നത് ഒരു സീരിയസ് ഡിസിഷൻ ആണ്. ഇപ്പം നമ്മളിപ്പം യുവില് നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിലെ ഏറ്റവും അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ ഡിസിഷൻ ആണ് മാരേജ്. സോ അത്ര വലിയൊരു ഡിസിഷൻ ആണ് അത്. നമ്മൾ അത് എല്ലാ സീരിയസ്നെസ്സോടു കൂടി നമ്മളതിനെ അപ്രോച്ച് ചെയ്യണം. EU എന്ന് പറഞ്ഞപ്പം പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. EU എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആണ്. USA എന്നാണ് അതിനിടയ്ക്ക് പ്രൊമോഷനില്ല. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് EU എന്ന് പറഞ്ഞ് പൈസ തരണ്ട, കുഴപ്പമില്ല, ഇതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പം USA എന്നാണ് യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ.
സെറ്റാണ്. കഴിഞ്ഞ ദിവസം തെറ്റിപ്പോയി. അപ്പം ഇത് ഒരു ഡിനോമിനേഷൻ അണ്ടറിൽ വരുന്നതല്ല, ഇതൊരു സ്റ്റുഡൻസിനിടെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പം അവര് ഒരുപാട് നമുക്കിതുള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ തരും. ഇപ്പൊ കല്യാണത്തിന്റെ ടോപ്പിക്സ് നമ്മൾ ഏകദേശം കവർ ചെയ്തെന്ന് തോന്നുന്നു. കെട്ടുന്നത് എങ്ങനെയാന്നുള്ള സ്റ്റെപ്സും നമുക്ക് കിട്ടി. ഓക്കെ, നോട്ട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം സംഭവം നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. അപ്പൊ ഗൈസ്, നമുക്കിനി അടുത്ത് വരുന്ന തലമുറയ്ക്കുള്ള എങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ട സ്റ്റെപ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും സെറ്റായി. പിന്നീട് ചേട്ടൻ ഒരു അതിനെന്ത് പറയണം, ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്, എങ്ങനെ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളത് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നീട് നമ്മൾ ഫ്രണ്ട്സിനെ പറ്റി സംസാരിച്ച് അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. അതൊരു തീരാത്തൊരു ഡിസ്കഷനാണ്. ഞാൻ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ഇൻഡെപ്ത് നോക്കിയിട്ട് സീസൺ 2 അതിശക്തമായിട്ട് തിരിച്ചു വരും. മഴ വരുന്ന പോലെ ഇടിവെട്ടി. അപ്പം അങ്ങനെ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ചേട്ടാ ഒന്നും കൂടെ ഞാൻ KCA ചേച്ചിയെടുത്തും എന്റെയും സീൻ പോഡ്കാസ്റ്റിന്റെ എല്ലാ ആൾക്കാരും എന്ന് പറയുമ്പോ ഞാനും എന്റെ 40 പേര് താങ്ക് യു. കൂടെ ഏതൊരു ചേട്ടനടുത്തും താങ്ക്സ്. ഇന്ന് ചേട്ടനില്ലായിരുന്നെങ്കിൽ ഇത്രയും ഇങ്ങനെ എനിക്ക് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. ഇതൊരു 20 മിനിറ്റിന്റെ എപ്പിസോഡായിപ്പോ തന്നെ. പക്ഷെ ചേട്ടൻ കുറെ ചോദ്യം ചോദിച്ച് ജേസൺ ചേട്ടൻ നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി ഓർമ്മയില്ല, നമ്മളെന്നെ തെളിയിച്ചിരിക്കും. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത്, എനിക്ക് ഓർമ്മയുണ്ട്. നീ പോണേ പൊന്നു ചേർക്ക, ഞാൻ ആദ്യം കാണാതെ പഠിച്ചവരുടെ ബർത്ത്ഡേ ആണ്. പക്ഷെ അതൊക്കെ ബൈ ഡിഫോൾട്ട് വരണം, കാണാതെ പഠിച്ച് അങ്ങനൊന്നും അല്ല. എനിക്ക് നോക്ക് ഡിഫോൾട്ട് ആയിട്ട് August 1 എന്നറിയാം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ അത് വരണം. അതെ അല്ല ചേച്ചിയുടെ മാത്രമല്ല, ഇനി ആരെങ്കിലും ബർത്ത്ഡേസ് ഓർത്ത് വെക്കണം. ചേച്ചിയുടെ മാത്രം തൽക്കാലം അത് മതി. സെറ്റ്. പിന്നെ ഇനി മറക്കാൻ ചാൻസ് ഉള്ളത് ആനിവേഴ്സറിയും മറ്റേതൊക്കെ. ആനിവേഴ്സറി എന്നായിരുന്നു? നവംബർ 20 പോട്ടെ. അത് പഠിച്ചു. ചേട്ടാ ബാക്കിൽ കണ്ടാ ഇടിവെട്ടിയത്? അത് കുറെ നേരമായിട്ടുണ്ട്. നമ്മളിപ്പോഴാ കാണുന്നത്. ഓക്കെ ശരി. ഓക്കെ. അപ്പം അത് മാത്രല്ല, ഇനി എനിക്ക് നന്ദി പറയേണ്ടത് ഇനി ഫ്യൂച്ചറിൽ ട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ്. നിങ്ങൾ ട്രോൾ ചെയ്ത് ഇതൊരു വലിയൊരു സംരംഭമാക്കി തരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓൺ ദാറ്റ് നോട്ട്, ആരും ട്രോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ട്രോൾ ചെയ്യുന്നുള്ള അത് അത്രേ ഉള്ളൂ. സെൽഫ് പ്രൊമോഷൻ. യെസ്, ഓൺ ദാറ്റ് നോട്ട് എന്റെ സീസൺ ഫിനാലയിൽ വന്ന് എല്ലാവർക്കും നന്ദി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലാവരും വരും അത്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പം മറ്റൊരു എപ്പിസോഡായിട്ട് ഇനി അടുത്ത സീസണിൽ കാണും. കുറച്ചാൾ ബ്രേക്ക് ആയിരിക്കും. അതുവരെ ഞാൻ എബി, കോ-ഹോസ്റ്റ് ഏഡ്രിയൻ, കേട്ടോണ്ടിരിക്കുന്ന സംസാരിച്ചോണ്ടിരിക്കുന്ന ജെയ്സൺ ഞാനും KCA ചേച്ചിയും. താങ്ക് യു. യെസ്, താങ്ക് യു. അടുത്ത എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. See you. ഇനിയിപ്പം ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ് ചേട്ടാ? ഇവിടെ മഴ പെയ്യും തോന്നാട്ടോ. നല്ല കാര്യം. ഇടിയൊക്കെ വെട്ടുന്നു. എന്താണോ ബാംഗ്ലൂരിൽ എന്താണോ മഴ പെയ്യാത്ത? ഓൾറെഡി കൂളായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. എനിക്ക് മനസ്സിലായില്ല. കൂൾ ആൾക്കാര് ഇവിടെ ഉള്ളതുകൊണ്ട് മഴയുടെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇനി കൂളാണ്. സീൻ ഇതുവരെ കത്തില്ല.